സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ജോലിയാണെങ്കിലും ജോലിയില്ലായാണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഇത് ലോകത്തിൽ ഉള്ള വസ്തുവാണ്. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കണക്കാക്കണത്. അപ്പം ഈ സുഖവും ദുഃഖവും അല്ല വിഷയം, സുഖദുഃഖങ്ങളെ അനുഭവിക്കണ ആളുടെ ഭാവമാണ് വിഷയം. പറഞ്ഞത് മനസ്സിലായില്ല? ഈ നമ്മൾ ഏത് ഭാരതീയമായ ഒരു സമ്പ്രദായത്തിൽ വിഷയങ്ങളെ സമീപിക്കുന്നത് വ്യക്തിയാണ് സമീപിക്കുന്നത്. എന്തിനാണ്? ഒരു വ്യക്തിയാണ് സമീപിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറയാറില്ലേ, ഇപ്പം ജ്യോതിശാസ്ത്രത്തിൽ പിന്നെ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗ്രഹങ്ങളെന്ന് പറയില്ലേ, സൂര്യനും ഒക്കെ എന്താണ്, സൂര്യൻ, ചന്ദ്രൻ, അത് വ്യാഴം, ശുക്രൻ, ശനി, ഇതൊക്കെ ഗ്രഹങ്ങളാണ്. സൂര്യനെയും ചന്ദ്രനെയൊക്കെ സൂര്യൻ നമ്മൾ എന്തായിട്ടാണ് കൂട്ടിയത്? നക്ഷത്രമായിട്ടല്ലേ കൂട്ടിയത്. അപ്പോൾ ഈ സൂര്യൻ നക്ഷത്രമാണോ ഗ്രഹമാണോ എന്നുള്ളത് അല്ല അവിടെ ചർച്ച. ഭൂമിയിലിരിക്കണ വ്യക്തിയെ നമ്മളെവിടെ ഇരിക്കണത്? നമ്മൾ പഠിച്ച സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ആരാണ്? സൂര്യൻ. അപ്പോൾ സൂര്യനെ ആധാരമാക്കിയിട്ടല്ലേ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടിയിരുന്നത് അല്ലേ? സൗരയൂഥത്തിൻ്റെ നടക്ക് നിൽക്കുന്നത് സൂര്യനും മറ്റവരതിന് ചുറ്റും നടക്കണവരല്ലേ. അപ്പോൾ സൂര്യനെ കേന്ദ്രമാക്കിയിട്ടല്ലേ ഈ ഫലങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത്? അല്ല. എന്താ കാരണം? സൂര്യന് പിന്നെ എന്നാണ് ഗ്രഹപ്പഴ, അല്ലെങ്കിൽ എന്നാണ് പിന്നെ ചൊവ്വ, അല്ലെങ്കിൽ എന്നാണ് കണ്ടകശനി എന്നല്ലല്ലോ നമുക്കറിയേണ്ടത്. നമുക്കറിയേണ്ടത് ആരെക്കുറിച്ചാണ്? ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യനായ നമ്മൾക്ക് നമ്മുടെ കേന്ദ്രീകരിച്ചല്ലേ കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മളിരിക്കുന്ന സ്ഥലത്തിനെ കേന്ദ്രീകരിച്ച് പറയണ്ടേ? എന്നാലല്ലേ നമ്മളെ ഇതെങ്ങനെ ബാധിക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സൂര്യനെ ബാധിക്കുന്ന നോക്കി നമുക്ക് കാര്യമുണ്ടോ? പറഞ്ഞത് മനസ്സിലാവുണ്ടോ വല്ലതും? അപ്പം ഭൂമിയിലിരിക്കണ മനുഷ്യരായ നമ്മൾക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ശുക്രൻ്റെയും ഒക്കെ ഗതിവിഗതികൾ എങ്ങനെ ബാധകാവണോ എന്ന ചിന്തയെന്നാണ്. അതുകൊണ്ടാണ് ഭൂമിയെ കേന്ദ്രീകരിച്ച് എന്ത് പറഞ്ഞത്? അവിടെ ഫലമാളുകൾ പറയും അവർക്കൊന്നും അറിവുണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് അറിവില്ലായിട്ടല്ലത്, അവരെ അറിവ് ഇത് മനുഷ്യനല്ലേ ഇതൊക്കെ. അപ്പോൾ മനുഷ്യൻ അറിയാനല്ലേ ഈ സാധനങ്ങൾ. അപ്പോൾ എന്ത് വേണം? മനുഷ്യനെ കേന്ദ്രീകരിച്ചല്ലേ ഈ ഫലങ്ങൾ പറയണം. അതുപോലെ സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും എന്തായാലും ഈ അനുഭവിക്കുന്ന ആളുടെ അതിനോടുള്ള മനോഭാവമാണ് പ്രധാനം. അപ്പം സുഖം ഉണ്ടാവുന്ന മനോഭാവമല്ലല്ലോ നമുക്ക് ദുഃഖം ഉണ്ടാവുക. സുഖം ഉണ്ടാവുമ്പം നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കും? സുഖം ഉണ്ടാവുമ്പോൾ മനോഭാവം എങ്ങനെയിരിക്കും? സന്തോഷമായിട്ടിരിക്കും, പ്രസന്നമായിരിക്കും, ശരിയല്ലേ? ദുഃഖം ഉണ്ടാവുമ്പോൾ മനോഭാവം എങ്ങനെയിരിക്കും? ദുഃഖം ഉണ്ടാവുമ്പോൾ മനോഭാവം സന്തോഷമായിരിക്കുമോ? എങ്ങനെയായിരിക്കും? കലുഷായിരിക്കും. അപ്പോൾ ദുഃഖം ഉണ്ടാവുമ്പോൾ നമ്മൾ കരഞ്ഞ് പരവശായി നിലവിളിച്ചിട്ടൊക്കെ അങ്ങോട്ട് വിഷമിക്കും. സുഖം ഉണ്ടാവുമ്പോഴോ അട്ടഹസിച്ച് മാളികേമ കയറി ചാടി കുത്തി മറിഞ്ഞ് അല്ലെ ഒരു വല്ലാത്തൊരു ആഹ്ലാദത്തിൻ്റെ ഒരു അർമാദിക്കലായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക, ശരിയല്ലേ? പറഞ്ഞത് ഇത് രണ്ടും വേണ്ടാന്നാ. ഇതിൽ സുഖം ഉണ്ടാവുമ്പം പിടിവിട്ട് അങ്ങോട്ട് പുറപ്പെടാനും ദുഃഖം ഉണ്ടാവുമ്പം പിടിവിട്ട് ഇങ്ങോട്ട് പുറപ്പെടാനും ഇരിക്കാതെ രണ്ടിലും ഭാവത്തെ സമാക്കുന്ന എളുപ്പമല്ല. മുടി കിട്ടിയോ? സുഖവും ദുഃഖവും ഒന്നാക്കലല്ല, സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ ഏറ്റക്കുറച്ചിലില്ലാതെ നിർത്താൻ പഠിപ്പിക്കുക. ലാഭം ഒന്ന് വേറെയാണ്, നഷ്ടം ഒന്ന് വേറെയാണ്. ലാഭം ഉണ്ടാവുമ്പോൾ ഉണ്ടാവണ മനോഭാവമല്ല നഷ്ടം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക. ഈ ലാഭം ഉണ്ടാവുമ്പം സന്തോഷം ഉണ്ടാവും വെച്ചാൽ നഷ്ടം ഉണ്ടാവുമ്പം നിരാശയും വിഷമവും ഉണ്ടാവുക. ബുദ്ധിമുട്ടാണ്. രണ്ട് നഷ്ടവും വരാം ലാഭവും വരാം, രണ്ട് വരും. ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ ആദ്യത്തെ ദിവസം കച്ചവടം അങ്ങോട്ട് ചെയ്തു, നല്ല ലാഭമായി, അല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിച്ചു, അങ്ങോട്ട് കയറി അങ്ങോട്ട് കേമാക്കി, അങ്ങനെയാണ് നമ്മുടെ നല്ല കച്ചവടമൊക്കെ പൊളിയണതേ. ആളുകളുണ്ടല്ലേ ഈ കച്ചവടം ചെയ്യാൻ നിശ്ചയില്ലാതെ കച്ചവടം ചെയ്താൽ പൊളിയും. എന്താ കാരണം? അത് കച്ചവടം ചെയ്യൽ എളുപ്പമൊന്നുമല്ല, നല്ല വിവരം വേണം ഇതിന്. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ മലർന്നിരുന്ന അതൊന്നും ശരിയാവില്ല. നല്ല വിവരം കഥയും വേണം. എന്ത് വേണം? ഇല്ലെങ്കിൽ നേടിയാവില്ല. കുറച്ച് ദിവസം കച്ചവടം ചെയ്യില്ല, ഒരു മാസത്തിൽ കൂടുതലൊന്നും വിവരമില്ലാത്തവരെന്ത് ചെയ്യില്ല? വിവരമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്കൂളിൽ പോയിട്ടില്ല, പഠിപ്പില്ല, എഴുത്ത് വായന അറിയില്ല, വേറെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല എന്നൊന്നുമല്ല. അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇതിന് വിവരമില്ല എന്ന്. ഇതിന്
കച്ചവടം ചെയ്യാന്നുള്ള പ്രവൃത്തിക്കുള്ള വിവരം ആൾക്കില്ല. അതുണ്ടെങ്കിൽ എന്ത് അപ്പം ധാരാളം അങ്ങോട്ട് ലാഭം, കുറച്ച് ദിവസം അങ്ങോട്ട് ലാഭം ഉണ്ടാകുമ്പം അങ്ങോട്ട് മതിമറന്ന് എന്ത് ചെയ്യും, ജാതി ഒരു 5-6 കൂടി അങ്ങോട്ട് തുടങ്ങും. ആ 4-ാമത്തെ ദിവസമായപ്പോഴോ തീരെ അങ്ങോട്ടില്ല എൻ്റെ. അപ്പോഴോ എന്തിനി കണ്ടോ? അപ്പം അയാളുടെ ഗതി എന്താവും, ശരിയാവുമോ? ശരി. അപ്പം ധാരാളം അങ്ങോട്ട് ഉണ്ടാവുമ്പോഴും മതി മറക്കണ്ട. എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഒരു കഥ ഉണ്ടാവും, കിഴപ്പട്ടും ഉണ്ടാവും ചിലപ്പം എന്നൊരു തോന്നൽ വെച്ചിട്ട് ഒരു ഉറപ്പിൽ നിൽക്കുക. അപ്പം താഴ്ന്നു പോയ ഈ ഒരു ഉറപ്പ് അത്യാഹ്ലാദത്തേക്ക് ചെന്നിട്ട് ധൂർത്ത് കാണിക്കാതെ ഒന്നടങ്ങി മനസ്സടങ്ങി നല്ല മട്ടിലിരിക്കുന്ന ഒരാൾക്ക് കഷ്ടമുണ്ടായി വളരെയധികം നഷ്ടം ഉണ്ടാവുമ്പോഴും എന്ത് വരില്ലേ, ഈ ലാഭത്തിനെ ആ നഷ്ടത്തേക്ക് യോജിപ്പിച്ച് എന്ത് ചെയ്യാം, പരിക്കേൽക്കാതെ പോവാം. ഇപ്പം ലാഭത്തിൽ വലിയ അന്തല്ലേ അങ്ങോട്ടും പോണ്ട, നഷ്ടത്തിൽ ഇങ്ങോട്ടും, രണ്ടിലും ഭാവത്തെ സമാക്കി വയ്ക്കാൻ സാധിക്കണം അർജുന. ജയാജയൗ, ജയാജയങ്ങൾ, ജയവും പരാജയവും രണ്ട് വിപരീത സാധനങ്ങളാണ്. ജയം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആഹ്ലാദമല്ല പരാജയം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക. ഇപ്പം ജയത്തിൽ അത്യാഹ്ലാദത്തിനും പുറപ്പെടേണ്ട, പരാജയത്തിൽ അത്യന്തം അങ്ങോട്ട് നിരാശപ്പെടാനും പുറപ്പെടേണ്ട. രണ്ടിലും ഭാവത്തെ സമാക്കി വയ്ക്കുക. ഈ ഒരു അതായത് ജയം വരും പോവും, പരാജയം വരും പോവും, അതുപോലെ ലാഭം ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും, അതുപോലെ സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവും. ഇങ്ങനെയുള്ള സംഗതികളെ നമ്മൾ ലോകത്തിലെ വിരുദ്ധ ദ്വന്ദ്ങ്ങൾ എന്നാണ് പറയുകയെന്നും ആ വിരുദ്ധ ദ്വന്ദ്ങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് മുമ്പൊരിക്കൽ പറഞ്ഞു. ഓർമ്മയുണ്ടോ അറിയില്ല. മുമ്പ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഏതൊക്കെയത്? അപ്പോൾ ഇവിടെ സുഖദുഃഖേ സമയകൃത്വ എന്ന് പറയുന്നതിൻ്റെ കുറെ മുമ്പ് ഓർമ്മയുണ്ടോ? താൻ തിതിക്ഷസ്വ ഭാരത ആഗമാപായിനോ നിത്യാഹ. താൻ തിതിക്ഷസ്വ ഭാരത. ആഗമങ്ങളും അപായികളുമാണ് ഈ വിരുദ്ധ ദ്വന്ദ്ങ്ങൾ. സുഖവും ദുഃഖവും ശീതോഷ്ണ സുഖദുഃഖാദികൾ വിരുദ്ധ ദ്വന്ദ്ങ്ങളാണ്. ഇത് വരും പോവും അതിലൊന്നും എന്ത് വെക്കേണ്ടതില്ല, മനസ്സ് വെക്കേണ്ട എന്നുള്ള ആശയം മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ആ താൻ തിരിച്ചു അതിനെയൊക്കെ അങ്ങോട്ട് സഹിച്ചോളൂ, അതൊന്നും കണക്കാക്കേണ്ടതില്ല. കുറച്ച് ചൂടാവും. ഇപ്പം രാവിലെ നമുക്ക് തണുപ്പ് തോന്നി, ഉച്ചയാകുമ്പോഴേക്ക് ചൂട് വരും, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും തിരക്കും, നേരം വെളിച്ചായി വീണ്ടും ചൂട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ചൂടായേ നമ്മളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയ മുറ്റത്തൊക്കെ നടന്നിട്ട് കാര്യമുണ്ട്? അങ്ങോട്ട് സഹിക്കുക, അവനവൻ്റെ പണിയെടുക്കുക എന്നല്ലാതെ. ശരിയല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പം നമ്മളുണ്ടല്ലേ ഈ പണിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ ജോലികൾ ചെയ്യുന്ന പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പലജാതി പണികൾ, വെയിലും ഉണ്ടാവും, ചിലപ്പം തണലും ഉണ്ടാവും, പലതും ഉണ്ടാവും. നമ്മൾക്ക് ഇവർ വെയിലുണ്ട് പണി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അയ്യോ എന്താവും അല്ലേ, വെയിൽ വിഷമല്ലേ ചോദിച്ചാൽ അവർ സാരമില്ലേ അതിപ്പം അങ്ങനെ. അവരെ നമ്മളെക്കാൾ തിതിക്ഷയുള്ളവരാണേ. എന്തുള്ളവർ? തിതിക്ഷ. അവരെ തണലുണ്ടാകുമ്പോൾ അവർക്ക് വലിയ വിഷമമില്ല. ചൂട് വെയിലുണ്ടാകുമ്പോൾ അവരുടെ പണിയും പതിവായിട്ട് ചെയ്യുന്ന പണി ആയതുകൊണ്ട് അവരെ പണി ചെയ്യുന്നുണ്ടേ. എന്താ അത് ആ തിതീക്ഷ ഉണ്ടാവുകൊണ്ട് നമ്മൾ ഇത്തിരി നേരം വെയിൽ കൊണ്ട് അപ്പോഴൊക്കെ ആവോ, പിന്നെ ആ വീട്ടുകാരൻ കൊണ്ടുകൊണ്ടി വരും എവിടേക്ക് ആംബുലൻസിൽ. എന്താ കാരണം? തിതീക്ഷയില്ലേ. ഇവിടെ ഈ തിതിക്ഷ എന്ന ഭാവത്തെ സ്വീകരിച്ച് ഇതിനെ എന്ത് ചെയ്തോളൂ, സഹിച്ചോളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് സുഖ ദുഃഖ ലാഭ നഷ്ട ജയ പരാജയങ്ങളിൽ മനോഭാവത്തെ സമമാക്കി നിർത്തി. അതിന് ഭാഷ്യത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ എന്താ പറയാന്നറിയോ? രാഗദ്വേഷവും എന്ന കൃത്വ എന്നാണ്. എന്താ അത്? രാഗദ്വേഷവും അകൃത്വ എന്നാ പറയുക. സുഖദുഃഖൻ്റെ രാഗദ്വേഷം ചെയ്യാതെ എന്ന്. സുഖദുഃഖങ്ങളെ സമമായിട്ട് കാണുക, അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളെ സമമായിട്ട് കാണുക, ജയപരാജയങ്ങളെ സമമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൽ രാഗദ്വേഷം കാണിക്കാതിരിക്കുക എന്നാണ്. എന്താ രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ? ഈ രാഗദ്വേഷം വലിയ വിഷമാണ്. രാഗദ്വേഷം എന്ന് രാഗം എന്ന് പറഞ്ഞാൽ ഒരു അനുകൂലം എന്നല്ല പറയുക. രാഗം എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടമുള്ള വസ്തു കാണുമ്പോഴൊക്കെ നമ്മളൊക്കെ ഉണ്ടാവണേ ആ വസ്തുവിനോടുള്ള. ഇപ്പോൾ ഒരു വസ്തു എന്തായിക്കോട്ടെ, ഒരു വസ്ത്രം നല്ല ഇഷ്ടപ്പെട്ട വസ്ത്രമാണെന്ന് കൂട്ടിക്കോളൂ. ആ വസ്ത്രം നമ്മൾ വളരെ മോഹിച്ച് അങ്ങാടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കണ്ട് ആ പുള്ളിയുള്ളത് എങ്ങനെ വക്കനിങ്ങനെ നല്ല മറ്റേ സ്വർണ്ണത്തിൻ്റെ വരയും നടുക്ക് പുള്ളിയും പിന്നെ അങ്ങനെയുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നും ഇങ്ങനെ ഇവരിങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ട് നോക്കുമ്പോൾ മുട്ടി കണ്ടങ്ങടെ നമുക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കടമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു, വലിയ വിലയാണെങ്കിൽ നമ്മളിത് വാങ്ങി കൊണ്ടുവന്നു. അങ്ങാടിയിൽ നിന്നൊന്നും വിഷമമില്ല, വാങ്ങി നമ്മൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നു. കുടുംബത്തെത്തിയാൽ ആ പൊതി ഇങ്ങോട്ട് അയച്ചിട്ടൊന്ന്, ഏത് തുണിയാണെങ്കിലും ഒരു മണം ഉണ്ടാവും, അതിൻ്റെ ഒരു മണക്കല, എന്നിട്ട് അത് ഉടുത്തിട്ടൊന്നും ഇങ്ങനെ നോക്കല്. ആര് നോക്കാനാ? എന്ത് ഉടുത്താലോ കണക്ക് തന്നെയാണ്.
നമ്മൾ കണ്ണാടിയിൽ നോക്കുക എന്നല്ലാതെ നാട്ടുകാരെങ്കിൽ ബുദ്ധിക്ക് നോക്കുക. അവനവൻ്റെ തന്നെ എടുത്തത് കീറിയതോ നേരെയോ നോക്കാൻ അവനവൻ തന്നെ നേരല്ലേ. നമ്മൾ ഓരോന്ന് വലിച്ചു ചീറ്റിക്കിട്ട് പോരുക ചെയ്യുന്നു. നാട്ടുകാരാണത് പറയുക, അത് തിരുമേനി അത് കീറിയിട്ടുണ്ട് കേട്ടോ, ഇതിങ്ങനെയാന്നൊക്കെ. ഊവല്ലേ, എന്നാൽ നാളെ നന്നാക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്ന് നന്നാക്കാൻ വയ്യ, എന്താ കാരണം, ഉടുത്തു പോകുന്നില്ലേ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ആ ഒരു വസ്തു, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട കിട്ടണം എന്ന് പറഞ്ഞൊരു വസ്തു മോഹിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് നമ്മൾക്ക് ഉണ്ടാവണ ഒരു ഒരു ഇതുണ്ടാവില്ലേ, അതിൻ്റെ പേരാണെന്ത്, രാഗം. ആ ഒരു ഒട്ടല രാഗം എന്ന് പറയും. ദ്വേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിപരീതമാണ്. വിദ്വേഷം തന്നെ. ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ് തന്നെയാണത്. അതിപ്പോൾ ദ്വേഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു എലി ചത്ത് ചീഞ്ഞ് കിടക്കേണ്ട എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ അവിടുന്ന് അകന്ന് പോവാൻ നോക്കിയില്ലൊരു ജുഗുപ്സ തോന്നില്ലേ, അതുപോലെ ഒരു വെറുപ്പ്. വേണ്ട, വെറുപ്പും അറപ്പും വെറുപ്പും, അതാണ് ഈ രാഗദ്വേഷങ്ങൾ ഇതിൽ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ജയം ഉണ്ടാവുമ്പം ഒട്ടലും വേണ്ട, പരാജയം ഉണ്ടാവുമ്പം അവിടുന്ന് ഒഴിഞ്ഞു പോലും വേണ്ട. എന്താ വെച്ചാൽ ഇത് രണ്ടും വരെ. പരാജയം വരുമ്പം അടുത്ത ജയത്തിലേക്ക് നോക്കണം. ഈ ജീവിതത്തിൽ ജയിച്ചവരൊക്കെ ഈ ഒരു മട്ടും മാതിരിയൊക്കെ പരിശീലിച്ചവരാട്ടു. നല്ല ഒന്നാന്തരം. പണ്ടൊരു കളക്ടർ പറഞ്ഞില്ലേ, അതിൽ 10ാം ക്ലാസ്സിൽ തോറ്റ ആളാ. 10ാം ക്ലാസ്സിലേ തോറ്റിട്ടാ പിന്നെ കളക്ടറായതേ. അപ്പോൾ നമ്മളൊക്കെ എത്ര തവണ ആവേണ്ടതല്ലേ. നമ്മളൊക്കെ ആദ്യത്തേലൊക്കെ ജയിച്ച കൂട്ടരല്ലേ, നല്ല മാർക്കൊക്കെ വാങ്ങി ജയിച്ചതാ. അപ്പോൾ അദ്ദേഹം തോറ്റ അയാൾ കളക്ടറായെന്ന് കേട്ടപ്പോൾ നമുക്കയാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. കൈ കിട്ടാഞ്ഞ നന്നായി, ഉണ്ടായുള്ള കാര്യം കഷ്ടമാണ്. എന്താ കാരണം, ശരിയല്ലേ. അപ്പം അദ്ദേഹം എത്രയും മിടുക്കനാണ്. ആര്, നമ്മളെത്ര കഥയില്ലായി ഉണ്ടല്ലേ അതിൽ. നമുക്ക് ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ട് നമ്മൾ എന്തായി എന്ന് ചിന്തിച്ച് നോക്കുമ്പം അപ്പം അദ്ദേഹം ആയതൊന്നും വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ട് തോറ്റപ്പോൾ അദ്ദേഹത്തിന് അയ്യോ തോറ്റു പോയേ നിലവിളിച്ച വാർത്ത വരുമ്പോഴത്തേക്ക് ഇരുന്ന് വെച്ചാൽ കളക്ടറാവുമോ? കളക്ടറല്ലേ, എന്തെങ്കിലും ആവുമോ? നമ്മൾ ആരെങ്കിലും അയാളുടെ പേര് വെക്കുമോ? ഇല്ല. അപ്പം തോറ്റെന്ന് അയാൾ തോറ്റു, ശരി, തോറ്റതിനെ അംഗീകരിച്ചു. പിന്നെ അദ്ദേഹം എന്നിട്ട് പറയണ IAS പരീക്ഷയിൽ പലതവണ പോയിട്ട് അതിൽ തോറ്റത് പറയും. ഇതിൻ്റെ പല പരീക്ഷകളുണ്ടാവുമല്ലോ, ഒക്കെ തോറ്റിട്ട് പിന്നെയും ഇനി വേണ്ട, താൻ ജയിക്കില്ലടോ എന്ന് ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളോടൊക്കെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മതി, അവനെ വലിയ കൊല്ലും ചെയ്യും, പിന്നെ നമ്മൾ ആ പറമ്പിക്ക് പോവില്ല. എന്തിന്? പറഞ്ഞതിനൊക്കെ അദ്ദേഹം കേട്ട അതിനൊക്കെ എന്ത് പിടിച്ചു? അതിലൊന്നും അതിൽ വീണില്ല. അതാണ് ജയ പരാജയങ്ങളൊക്കെ സമമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ, ജയത്തിലും പരാജയത്തിലും മനസ്സിനെ സമമായിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് മുമ്പിക്കുള്ള നോട്ടം വെക്കണം എന്നാണ്. അങ്ങനെ പുറപ്പെട്ട് വന്നാൽ അർജുന എന്തുണ്ടാവും എനിക്ക് പറയുക വെച്ചാൽ, തതോ എന്നിട്ട് യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിനായിട്ട് ഒരുങ്ങിക്കോളോ. എന്ത് വരില്ല, പാപം ന അവാപ്സ്യസി. അങ്ങനെ വരുമ്പോൾ പാപത്തിൻ്റെ ബാധ്യത നിനക്ക് വരില്ല. ഇതാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ. ഇതാണ് യുദ്ധത്തിന് പോകുമ്പോഴുള്ളൊരു ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ടാവേണ്ട ഒരു വകതിരിവ്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് അവിടെ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ശോകമോഹാപനയനായ ലൗകികോ ന്യായ സ്വധർമ്മമപി ചാവേക്ഷ ഇത്യാദ്യൈ ശ്ലോകൈ ഉക്തോ നതു താൽപര്യേണ. അവസാനിപ്പിക്കണേ പ്രകരണം. എന്താ പറയുന്നത്? ശോകമോഹാപനയനായ അർജുനൻ്റെ ഉള്ളിലുണ്ടായ ശോകമോഹാദികളുടെ വിഷമം കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതിനെ നീക്കിക്കളഞ്ഞിട്ട് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ട ലൗകിക ന്യായമാണ് എന്തിനു പറഞ്ഞത്? സ്വധർമ്മം അപേക്ഷ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ധർമ്മം വെച്ച് നോക്കിയിട്ട് ലോകന്യായം വെച്ചിട്ടൊക്കെ ഉള്ളതായ ഭാഷയിൽ പറഞ്ഞത്. എന്നിട്ട് ഇനി പറയണ്, പ്രകൃതം ച ഉക്തം ഉപസംഹരതി. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന ആ വിഷയത്തെ ഉപസംഹരിക്കുകയാണ്. അർജുനന് ഇത്രയും നേരം പറഞ്ഞു കൊടുത്ത വിഷയത്തെ ഉപസംഹരിച്ചിട്ടാണ് എന്ത് പറയുന്നത്? അടുത്ത പദ്യം തുടങ്ങുന്നത്. ഏഷാ തേ ഭിഹിതാ സംഖ്യേ. ആ ശ്ലോകല്ലേ 39, 38 മനസ്സിലായില്ലേ? വിഷയം കഴിഞ്ഞു. ഇനി വേറെ പ്രകരണത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞു, ആ ഇത് കഴിഞ്ഞു. ഈ 39 ശ്ലോകം വരെയാണ് സാഖ്യയോഗം ഭഗവത്ഗീതയിൽ. 2ാം അധ്യായത്തിൻ്റെ മുഴുവനും പേര് സാഖ്യയോഗം എന്നാണ്. 2ാം അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗം തന്നെയാണ്. സാഖ്യയോഗം എന്നല്ലേ 2ാം അധ്യായത്തിൻ്റെ പേര്. 2ാം അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗം എന്നാണെങ്കിലും 39 ശ്ലോകം വരെ എന്തുള്ളൂ? സാഖ്യയോഗം ഉള്ളൂ. 39 കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് കർമ്മയോഗം തുടങ്ങി. 3ാമത്തെ അധ്യായം കർമ്മയോഗമാണ്. അപ്പോൾ 3ാമത്തെ അധ്യായത്തിലല്ല കർമ്മയോഗം. വാസ്തവത്തിൽ എവിടെ നിന്ന് തുടങ്ങണ്ട? 2ന്നേ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് 39. അപ്പോൾ 39 ഒരു കണക്കാണ് കേട്ടോ. സാഖ്യയോഗം കഴിഞ്ഞു. വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം അല്ലേ? ഭഗവത്ഗീത കഴിഞ്ഞു. ഭഗവത്ഗീത കഴിഞ്ഞു വാസ്തവത്തിൽ. ഈ 2ാം അധ്യായത്തിലെ 39 ശ്ലോകമാണ് എന്ത്? ഭഗവത്ഗീതയുടെ
മർമ്മം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിശദീകരണം ചർച്ച, വിശദീകരണം ചർച്ച, ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉപചർച്ചകളും ഉപവിഷയങ്ങളൊക്കെ ചോദിച്ചാൽ അതിനെ പൂരകങ്ങളാണ്. ഇനി അങ്ങനെ ഓരോന്നിനെ പൂരിപ്പിച്ച് കൊണ്ടുവരലാണ്. നട്ടല് എന്താണ്? ഏത്? 39 സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ 39ാമത്തെ പദ്യം അത് വിഷയം പറയണതല്ല, ഒരു വിഭാഗം പറയുന്നതാണ്. ഇതുവരെയുള്ളൂ സാഖ്യ, ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് വേറെയാണ് കേട്ടോ എന്നൊക്കെ പറയേണ്ട ഇടയ്ക്ക് ആ പ്രസ്താവനയാണ്. അതിൽ വിഷയമില്ല, എന്തില്ല, ശാസ്ത്രമില്ല. ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞു 38 വരെ. അപ്പം ഇനി 39 നോക്കിക്കോളൂ. ഇത് ഇങ്ങനെ പറയില്ല. പണ്ട് കുട്ടിക്കാലത്ത് ഒരിക്കൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പോയപ്പോഴേ, പഠിക്കുന്ന കാലത്താണ്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ പോയി. അപ്പം അന്ന് ഇത്രയും ഈ 39 ശ്ലോകം ആയപ്പം പറഞ്ഞു, സാഖ്യയോഗം കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, ഭഗവത്ഗീത ഏതാണ്ട് ഇത്രയൊക്കെ വേണ്ടു, നീ ബാക്കിയൊക്കെ ഒറ്റയ്ക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞ മാതിരി അതുവരെ അവിടെ പഠിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ MA കിട്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് പോണ്ടി വന്നു. പിന്നെ അത് പഠിപ്പിക്കലുണ്ടായില്ല, അവിടെ മുടങ്ങിയത്. അപ്പോൾ കുറേ മുമ്പത്തെ കാര്യമായിട്ടോ പറയുന്നത്. അപ്പം അതുപോലെ ഇവിടെ 39 ശ്ലോകമായി എന്താവാൻ വേണമെങ്കിൽ വേണമെങ്കിൽ നിർത്തണതിന് വിരോധമൊന്നുമില്ല കേട്ടോ. അതാണ്. അപ്പം ഏഷാതേ ഭിഹിതാ സംഖ്യേ ബുദ്ധിര്യോഗേ തിമാം ശൃണോ ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാതേ ഭിഹിതാ സംഖ്യേ ബുദ്ധിര്യോഗേ തിമാം ശൃണോ ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ചൊല്ലിക്കോളൂ. ഏഷാതേ ഭിഹിതാ സംഖ്യേ ബുദ്ധിര്യോഗേ ത്വിമാം ശൃണോ ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാതേ ഭിഹിതാ സംഖ്യേ ബുദ്ധിര്യോഗേ ത്വിമാം ശൃണോ ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ ഭിഹിത എന്നുള്ളത് തേ അധികം അഭിഹിത, തേ ഭിഹിത, തേ അധികം അഭിഹിത, തേ ഭിഹിത, തേ അധികം അഭിഹിത, തേ ഭിഹിത. ബുദ്ധിര്യോഗേ, ബുദ്ധി അധികം യോഗേ, ബുദ്ധിര്യോഗേ, ബുദ്ധി അധികം യോഗേ. ബുദ്ധി അധികം യോഗേ ബുദ്ധിര്യോഗേ. പിന്നെ ത്വിമാം, ത്വിമാം എന്നുള്ള തു അധികം ഇമാം, ത്വിമാം, തു അധികം ഇമാം, ത്വിമാം. പിന്നെ ഒന്നും പദച്ഛേദില്ല. ബുദ്ധ്യാ യുക്തോ യയാ എന്നുള്ളത് യുക്തഃ യയാ, യുക്തോ യയാ, യുക്തഃ അധികം യയാ. കർമ്മബന്ധം പ്രഹാസ്യസി, അതിലൊന്നും പദച്ഛേദില്ല. അപ്പം ഏഷാ തേ അഭിഹിത സാഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണോ ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഒന്നുമില്ല, അതിൽ എളുപ്പമാണ്, പറയാനൊന്നുമില്ല അധികം. ഏഷ അർജുനോട് പറയണേ. അർജുന പാർത്ഥ എന്ന് വിളിച്ചില്ലേ, പാർത്ഥ എന്ന് അർജുനെ വിളിച്ചതാണ്. പൃഥയുടെ മകൻ, പൃഥ കുന്തിദേവി, പൃഥയുടെ മകനായതുകൊണ്ട് പാർത്ഥ എന്ന് വിളിച്ചു. ഹേ പാർത്ഥ, അല്ലേ അർജുന, എന്തേ ഇപ്പത് ഇപ്പം ഞാൻ എന്തേ പറഞ്ഞു തന്നത്? തേ നിനക്ക്, തേ എന്ന് പറഞ്ഞാൽ തുഭ്യം, നിനക്കായിക്കൊണ്ട് ഇപ്പം ഞാൻ അഭിഹിത, അഭിഹിത ഇപ്പം പറഞ്ഞു തന്നത്, പറയപ്പെട്ടത് നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, അതെന്താ അത്? തേ അഭിഹിത ഏഷ, നിനക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന ഇതുണ്ടല്ലോ, അത് സാഖ്യേ ബുദ്ധി, സാഖ്യത്തിലുള്ള ബുദ്ധിയാ. സാഖ്യത്തിലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാഖ്യത്തിലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ
സാഖ്യയോഗമാണ് ഇപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, സാഖ്യേ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാഖ്യജ്ഞാനം, സാഖ്യയോഗമാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനി യോഗേതു, യോഗത്തിലുള്ളത്, യോഗേ ബുദ്ധി, യോഗത്തിലെ ഇമാം ബുദ്ധിയും, യോഗത്തിൽ ഈ ബുദ്ധിയെ ശൃണു, കേട്ടോളൂ. ശൃണു എന്ന് പറഞ്ഞാൽ കേട്ടോളൂ, കേട്ടാലും എന്നാണ്. അത് അങ്ങനെയുള്ളൊരു പ്രയോഗം, ലോട്ടെന്നാണ് അതിന് പറയുക. പഠതു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പഠിച്ചാലും. ഗച്ഛതു പോയാലും, അങ്ങനെ പറയില്ലേ, ഒരു വിനയത്തോടെ പറയണതാണത്. അങ്ങനെ വന്നാലും എന്നൊക്കെ പറയില്ലേ നമ്മൾ, എന്നുവെച്ചാൽ എന്താ അർത്ഥം? വന്നാലും എന്ന് പറഞ്ഞാൽ വിനയത്തോടെ പറയുന്നത്, വരൂ വരൂ എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഓരോ ദേശത്തെ ഓരോ ഭാഷയുടെ ശൈലി, മലയാളത്തിൽ തന്നെ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊക്കെ വരൂ കിട്ടോ, ഇരിക്കൂ കിട്ടോ, വരൂ വരൂ എന്നൊക്കെയല്ലേ പറയുക. പിന്നെ വേറെ ചിലക്കിലേക്ക് പറഞ്ഞാൽ വേറെ ഭാഷയിൽ, തിരുവനന്തപുരത്ത് പോയാൽ വരണം വരണം, ഇരിക്കണം ഇരിക്കണം, നമുക്ക് പേടിയാവും. എന്താ കാരണം? വന്നില്ലെങ്കിൽ ഇരുന്നില്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ വരും ചെയ്യും, ഇരിക്കുകയും ചെയ്യും. അത് നമ്മൾ മലബാറുകാർക്ക് അങ്ങനെ തോന്നും. പക്ഷെ അവരത് പറയുന്നത് പേടിപ്പിക്കണമെന്നില്ല, അവർ ശൈലിയാണ് അവിടുത്തെ. വരണം വരണം, സാറ് വരണം, സാറ് ഇരിക്കണം, സാറ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ സാറ് വരൂ, സാറ് ഇരിക്കൂ, സാറ് കഴിക്കൂ എന്നൊക്കെ സ്നേഹത്തോടെ പറയുകയാണ്. അത് ശൈലിയാണത്. ആ ശൈലി മനസ്സിലായാൽ നമുക്ക് അവൻ്റെ സ്നേഹം മനസ്സിലാവും. ഇല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ടേ തെക്കൊക്കെ പോയിട്ട് നിങ്ങളെന്താ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് നിങ്ങൾ എന്ന് പറയാറ്. അയ്യോത്തൻ നിങ്ങൾ അവർക്ക് ഇഷ്ടാവില്ല. എറണാകുളം, കൊല്ലം, തെക്കോട്ടൊക്കെ പോയാൽ നിങ്ങൾ എന്ന് വിളിച്ചാൽ വളരെ ഒരു എന്താ പറയുക, ധിക്കാരപരമായിട്ട് പറയുന്നത്. അത് മോശമായ വാക്കായതുകൊണ്ടല്ല. അച്ഛൻ, ഇവിടെ മലബാറിലൊക്കെ അച്ഛൻ നിങ്ങളെന്നൊക്കെ പറയില്ലേ, അമ്മോടൊക്കെ നിങ്ങളെ പറയില്ലേ. അമ്മേ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അത് പറഞ്ഞാൽ ഇഷ്ടാവില്ല. അമ്മയൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങളെന്ന് പറയുമ്പോഴേ ഇപ്പം നമ്മുടെ അടുത്ത് ഒരാളൊന്ന് താങ്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോ? താങ്കൾ എന്ന് പറഞ്ഞാൽ മോശം വാക്കല്ലല്ലോ. താങ്കൾ എന്ന് പറഞ്ഞാൽ മോശം വാക്കാണോ? ഈ താങ്കൾ കുറിച്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇയാൾ ഇങ്ങനെ പറയണത് തോന്നില്ലേ? അങ്ങനെ അതെന്താ വെച്ചാൽ ഓരോ നമ്മുടെ ആ വാക്കിനെയൊക്കെ അങ്ങനെയാണ് ഓരോ ഇതിൽ, മോശമായ വാക്കായിട്ടല്ല. അതുപോലെ നിങ്ങൾ എന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു തരത്തിൽ ഒരു ബഹുമാനക്കുറവ് തോന്നും. അതുകൊണ്ട് എന്തെങ്കിലും ആഫീസിൽ പോയിട്ടോ ആരോടെങ്കിലും പോയിട്ട് നിങ്ങളോടല്ലേ ഞാൻ അപ്പം അത്രയും നേരം പറഞ്ഞത് പറഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അങ്ങനെ പറയരുത്. അതൊന്നുമില്ല, ശൈലി അങ്ങനെ. അതുപോലെ പണ്ടൊക്കെ ക്ലാസ് എടുക്കാൻ ഈ വടക്കോട്ടൊക്കെ പോകുമ്പോഴേ അവിടെ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. കുട്ടികൾ പറയും സാറെടുത്തോ സാറെടുത്തോ, ഈ പിരീഡ് ആരുമില്ല സാറെടുത്തോ. അപ്പോൾ എന്താ കുട്ടികൾ നിങ്ങൾ നായോടൊക്കെ പറയണ മതി എടുത്തോ എന്നൊക്കെ പറയണ. അങ്ങനെ പറയും. നമുക്ക് അങ്ങനെ തോന്നില്ല, എടുത്തോ എടുത്തോ സാറെടുത്തോ. അപ്പോൾ അതെന്താ കുട്ടികളെ അങ്ങനെ? അപ്പോൾ കുട്ടികൾ അയ്യോ സാറേ പാവങ്ങൾ, അവർക്ക് അതത്ര അവരത് ആലോചിക്കണില്ലേ, നമ്മുടെ വിവരമില്ലായി അവരാലോചിക്കണില്ലല്ലോ. നമ്മളിതല്ലേ മനസ്സിലാക്കിയത്. കുട്ടികൾ എടുത്തോ പറഞ്ഞ അർത്ഥം അപ്പോൾ എന്താ സാറേ പിന്നെ അല്ല എടുത്തോളൂ എന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അയ്യോ ഞങ്ങൾക്കതൊന്നും അറിയില്ല, ഞങ്ങൾ എടുത്തോ പറഞ്ഞാൽ സാറ് എടുത്തോളൂ സന്തോഷമായി വെച്ചിട്ട്. അപ്പോൾ അവർ സന്തോഷമായിട്ട് ഇനി വേറെ വല്ലവരും കയറി വരണ്ടല്ലോ വെച്ചിട്ടൊക്കെ സന്തോഷം കൊണ്ട് പറയുന്നതാണ് പാവം. പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ കേൾക്കും, പിന്നെ അത് ആ ശൈലി ശീലമായാൽ നമുക്ക് അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു വഴി മനസ്സിലാവും. ഭാഷ വലിയ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ ഭാഷ വലിയ പ്രധാനമാണ്. ആരോട് വർത്തമാനം പറയുമ്പോഴും ഭാഷയിൽ ലേശം പെശകുണ്ടായാൽ മതി, ആളമ്മ തെറ്റും. ചെറിയൊരു പെശക് പറ്റിയാൽ അത് മനസ്സിലൊന്നും ഉണ്ടാവില്ല. ഭാഷയിൽ എന്തെങ്കിലും ചെറിയ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ ഇഷ്ടമല്ല തോന്നില്ലേ, എന്താ ഒരു അയാൾ ഭാവം ശുദ്ധനാവും. പക്ഷെ അങ്ങനെയാണ് അയാളുടെ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം വർത്തമാനം പറയുമ്പോൾ അച്ചടിച്ച മാതിരിയേ പറയുള്ളൂ. നമുക്കതുകൊണ്ട് അയാളുടെ വർത്തമാനം പറയാൻ തോന്നില്ല. എന്താ കാരണം? അയാൾ തെറ്റൊന്നും പറയാറില്ല, ചീത്ത വാക്ക് പറയാറില്ല, മോശം വാക്ക് പറയാറില്ല, അശ്ലീലം പറയാറില്ല, അലോഹ്യം പറയാറില്ല, ധിക്കാരം പറയാറില്ല. പക്ഷേ ഇയാൾ ഈ അച്ചടിച്ചതേ പറയുള്ളൂ. കടലാസിൽ എഴുതി വായിക്കുക തോന്നുന്നു. അത് നമുക്കത് കൂടുതൽ വർത്തമാനം പറയാൻ എന്താ തോന്നായ ഒന്നും ഉണ്ടായിട്ടല്ല, തോന്നില്ല. അതിന് പ്രമാണമൊന്നും വേറെ ഇല്ല. നമുക്ക് കൂടുതലൊന്നും പറയാൻ തോന്നില്ല. നമ്മൾ കുറച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എടുക്കുക വെക്കുക കൊടുക്കുക വാങ്ങുക എന്നും പറഞ്ഞ് പോരും. അതങ്ങനെയാണത്. അപ്പോൾ ഭാഷയിൽ വലിയ തടസ്സമാണ്. ഇപ്പോൾ വടക്കുന്നൊക്കെ ആരെങ്കിലും വന്നിട്ട് കാസർഗോഡ് നിന്ന് ഞങ്ങൾ കാസർഗോഡൊന്നും വരും, കാസർഗോഡ് അവർ പാവങ്ങൾ നല്ല ശുദ്ധമായിട്ടാണ് പറയും. നമുക്കത് അങ്ങനെ ഇങ്ങോട്ട് പരിചയപ്പെട്ട് കുറച്ചങ്ങനെ വ്യവഹാരം ചെയ്താൽ നമുക്ക് എന്ത് ശരിയാവും മനസ്സിലാവും. ഈ തലശ്ശേരി ഭാഗത്തേക്ക് പോയാലേ ഓറ് 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 പറഞ്ഞാൽ അവരെന്നുള്ളതിനെ ഓറ് എന്ന് പറയുന്നതേ. അവരെ എന്നാ പറയില്ലേ, അച്ഛാ ബഹുമാനമായിട്ട് പറയുന്നത് ഒരാളെയാണ് ഈ അവരെ എന്ന് പറയുന്നതേ.
അവൻ എന്ന് പറയുന്നതിന് പകരം ഒരു വ്യക്തിയെ ബഹുമാനത്തോടു കൂടി പൂജക ബഹുവചനായിട്ടാണ് അവരെ അദ്ദേഹം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതിനൊരു ഓറ് എന്നാ പറയും. ഓറ് അത് നമുക്ക് മനസ്സിലാവില്ല. ഓറ് അങ്ങനെയാണ്. അപ്പോൾ ഒരു ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിക്കിലും പോകുമ്പോൾ അവിടുത്തെ ഭാഷ, അവിടുത്തെ സാധാരണക്കാർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു ആശയത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയാൽ നമുക്ക് അവരോടൊരു വിഷമവും തോന്നില്ല. അല്ലാതെ ആർക്കും നമ്മളോടൊരു വിരോധവും ഇല്ല. ഒക്കെ നമ്മൾ ഉണ്ടാക്കണതാണ് അങ്ങോട്ട്. അവർ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഹേ അർജുന, ഇത്രയും നേരം ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ഏഷാ ബുദ്ധി, ആ ജ്ഞാനല്ലേ, അത് സാഖ്യേ ബുദ്ധി, സാഖ്യജ്ഞാനാണ്. സാഖ്യം ഈ സാഖ്യം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാഖ്യം എന്താണ്? സാഖ്യം എന്ന് പറഞ്ഞാൽ പരമാത്മജ്ഞാനം. അതാണ് ഞാൻ ഇപ്പം നിനക്ക് പറഞ്ഞു തന്നത്. അത് ആത്മാവ് കൊല്ലാൻ പറ്റില്ല, ജനിക്കണില്ല, മരിക്കണില്ല എന്നൊക്കെ കുറേ പല ജാതിയിൽ വിസ്തരിച്ച് പറഞ്ഞില്ലേ. ആ പറഞ്ഞത് മുഴുവനും ഏതിൽ പെട്ടതാണ്? സാഖ്യബുദ്ധിയാണ്, സാഖ്യ ശാസ്ത്രജ്ഞൻ. ഈ സാഖ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കപിലമുനിയുടെ സാഖ്യം അല്ല കേട്ടോ. പ്രത്യേകം സാഖ്യയോഗം എന്ന് കേട്ടില്ലേ? സാഖ്യശാസ്ത്രം എന്ന് കേട്ടില്ലേ? സാഖ്യശാസ്ത്രം പ്രകൃതി പുരുഷ വിവേകം പറയുന്ന അതല്ല ഇത് കേട്ടോ. സമ്യക് ഖ്യാപ്യതേ ജ്ഞാപ്യതേ ആത്മാ യേന ആണ്. അതാണ് എന്ത്? സംഖ്യ. അതാണ് അപ്പോൾ സമ്യക് ജ്ഞാനാണ്. സമ്യക് ഖ്യാപ്യത, നന്നായിട്ട് അറിയിക്കപ്പെടുന്നു. ആത്മതത്വം നന്നായിട്ട് പറയപ്പെടുകൊണ്ടാണ് എന്തുണ്ടായത്? സാഖ്യം എന്ന് പേരുണ്ടായത്. മനസ്സിലാവുണ്ടല്ലേ? സാഖ്യം. അപ്പം അതുകൊണ്ട് ഈ സാഖ്യശാസ്ത്രം അല്ല ഇവിടെ പറഞ്ഞ സാഖ്യം, ആത്മജ്ഞാനത്തെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഏഷാ ഈ പറയണത്, ഏഷാ ഈ പറഞ്ഞ ബുദ്ധി എന്താണ്? തേ അഭിഹിത ഏഷാ സാഖ്യേ ബുദ്ധി, നിനക്കിപ്പോൾ ഈ പറഞ്ഞു തന്നതായ ബുദ്ധി സാഖ്യബുദ്ധിയാണ്. ഇനി യോഗേതു ഇമാം ശൃണു. യോഗേതു, ഇനി യോഗത്തിലുള്ള ബുദ്ധി പറയാം. യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. അപ്പം സാഖ്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം. എന്താണ് സാഖ്യം എന്ന് പറഞ്ഞാൽ? ജ്ഞാനയോഗം. വെറും യോഗം എന്ന് പറഞ്ഞാലോ കർമ്മയോഗമാണ് കേട്ടോ. യോഗം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. അപ്പം യോഗേത്തു, ഇനി യോഗത്തിൻ്റെ വഴിയിലുള്ളതായ ബുദ്ധി, അതായത് കർമ്മജ്ഞാനം പറഞ്ഞു തരാം, കർമ്മശാസ്ത്രത്തിൻ്റെ കഥ പറഞ്ഞു തരാം എന്നാ പറഞ്ഞത്. സാഖ്യബുദ്ധി പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞത്. ഇനി പറയാൻ പോണത് കർമ്മത്തിലെ ബുദ്ധി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കർമ്മയോഗമാണ് ഇനി പറയാൻ പോണത് എന്നൊരു എന്താ പറയുക, ഇടയ്ക്കൊരു പ്രസ്താവന വേണമല്ലോ. എന്താ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയില്ലേ? ഒരു ഇന്നത് മുതൽ ഇന്നതാണ് എന്നൊരു അടിക്കുറിപ്പ് വേണ്ടേ പറയാൻ പോണ സൈഡ് ഹെഡിങ് എന്നൊക്കെ പറയില്ലേ നമ്മൾ? അതാണ് ഇപ്പോൾ പറഞ്ഞത്. സാഖ്യയോഗം തീർന്നു. ഇപ്പോൾ നമ്മൾ നല്ല മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ സാഖ്യയോഗം ഇവിടെ ഇതോടുകൂടി സാഖ്യയോഗം അവസാനിച്ചു. ഇനി കർമ്മയോഗത്തെ പറയുന്നു. അടുത്ത സൈഡ് ഹെഡിങ് കർമ്മയോഗം. എന്നിട്ട് പിന്നെ അടുത്തത് അങ്ങോട്ട് പറയില്ലേ? ഇതന്നെ കാര്യം. സംസ്കൃതത്തിലാവുമ്പോൾ എങ്ങനെയൊക്കെയാണ്? പഴയ കാലത്ത് സംസ്കൃതത്തിൽ ഇപ്പം അത്രയ്ക്കെങ്കിലും ഉണ്ടല്ലോ. പണ്ടത്തെ സംസ്കൃതം പുസ്തകങ്ങൾ വായിച്ചാൽ കുത്ത്, കോമ, ഫുൾ സ്റ്റോപ്പ്, ഈ ജാതി ഒരു സാധനവും സംസ്കൃതത്തിലില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പം പിന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. സംസ്കൃതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല, അറിയില്ലേ? ഇല്ല അല്ലേ? എന്നാൽ വേണ്ടിയിരുന്നില്ല. എന്ത് ഫുൾ സ്റ്റോപ്പ് ഇല്ല, കുത്തില്ല, കോമയില്ല, ഇൻവെർട്ടർ കോമയില്ല, ഉദ്ധരണികളില്ല, ഒന്നുമില്ല, സെമി കോളൻ ഇല്ല, ഹൈഫൺ ഇല്ല, ഒന്നുമില്ല സംസ്കൃതത്തിൽ. പിന്നെ എന്താ ഉള്ളത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ? സംസ്കൃതം അറിയണമെന്ന് ഇതൊന്നും ആവശ്യമില്ല. പഴയ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ അധികം നോക്കാൻ പോകണ്ട. എന്താ കാര്യം അറിയോ? പ്രാന്താവും. ഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു വരിയിലിങ്ങനെ, വിശേഷിച്ച് മലയാള നാട്ടിലും നമ്മുടെ നാട്ടിലും, മലയാള നാടില്ലേ, ഈ മലയാളത്തിലെ കേരളം പോലെയുള്ള നാട്ടിലൊക്കെ ഈ സംസ്കൃതം എഴുതുക ദേവനാഗര ലിപിയിലുമല്ല. ദേവനാഗര ലിപി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹിന്ദി എഴുതണില്ലേ? ഹിന്ദി ഇങ്ങനെ തലയിലിങ്ങനെ വരയ്ക്കില്ലേ? അതാണ് ദേവനാഗര ലിപി. ഹിന്ദിക്ക് ലിപി ഇല്ല. ഹിന്ദി ഇപ്പം നമ്മൾ ചോദിക്കും സംസ്കൃതത്തെ കുറിച്ച്, സാറേ ഹിന്ദി ലിപിയല്ലേ? ഹിന്ദി അതാ ഇപ്പോൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ഹിന്ദിക്ക് ലിപി ഉണ്ടായിരുന്നില്ല. ഹിന്ദി എഴുതാൻ നിവൃത്തിയില്ലാത്ത കാലത്ത് സംസ്കൃതം പിന്നെ അവിടെ വല്യമ്മായി ആയിട്ട് ഇങ്ങനെ എല്ലാം ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ സംസ്കൃതത്തിനോട് ചോദിച്ചു, ഞങ്ങളൊരു 2 ദിവസം മാലയെന്ന് കെട്ടി കല്യാണത്തിന് പോയിക്കോട്ടെ ചോദിച്ചു. അങ്ങനെ കൊടുത്തതാണ് ആർക്ക്? ഹിന്ദിക്ക് 2 ദിവസം കെട്ടിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഹിന്ദി പിന്നെ അത് കെട്ടി നടന്നു. പിന്നെ സംസ്കൃതം പിന്നെ ചോദിച്ചില്ല. ഇപ്പോൾ അത് ആരുടെയായി? ഹിന്ദിയുടെ മാലയായി. അക്ഷരമാലയെ. എന്ത് മാല? സ്വർണ്ണമാലയല്ല. ഇപ്പൊ പറയാ ഹിന്ദി ലിപിയല്ലേ? ഹിന്ദി ലിപിയില്ലേ? ഹിന്ദിക്ക് ദേവനാഗരി എന്നതിൻ്റെ പേരാ. ലിപിയുടെ പേര് ദേവനാഗരി. ദേവനാഗര ലിപിയിൽ മലയാള നാട്ടിൽ സംസ്കൃതം എഴുതാറില്ല. മലയാള നാട്ടിലുണ്ടായ ഏത് ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും അതൊക്കെ നമ്മുടെ ഈ മലയാള ലിപിയിൽ എഴുതുക. വട്ടെഴുത്ത്, അതുപോലെ ഗ്രന്ഥലിപിയൊക്കെ എഴുതുക. ഇതിൽ എഴുതില്ല, സംസ്കൃതത്തിൽ എഴുതില്ല. എന്താ കാരണം എന്നറിയോ?
സംസ്കൃത ലിപി നമ്മുടെ ഈ മലയാള നാട്ടിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല, 100-150 കൊല്ലമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ലിപി സംസ്കൃതമല്ല, ലിപി. ലിപി പറഞ്ഞാൽ മനസ്സിലാവില്ല, എഴുതണ സംവിധാനം. എത്ര